ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇവിടുന്ന് കളിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. റോഡ് സൈഡ് തന്നെയാണ്. നമുക്ക് ബസ്സൊന്നും പോകണില്ലെങ്കിലും എപ്പോഴും തന്നെ വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു റോഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്മാരെ ഇവിടെ ആ ഒരു വഴിയുടെ അവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്കൊരു ധൈര്യം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ വഴക്ക് പറഞ്ഞ് കയറ്റി വിട്ടിട്ട് ഞാൻ എന്താ പറയണേ അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പം അവൻ കയറി പോരാൻ പറഞ്ഞു. കാരണം അവിടെ നിന്നാൽ പാക്കാൻ വരും. പാക്കാനാണ് എൻ്റെ അച്ചുക്കുട്ടനെ പേടിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു വാചകം. പാക്കാൻ എന്താണെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല കേട്ടോ സത്യത്തിൽ. പക്ഷേ അത് പറഞ്ഞ അച്ചുക്കുട്ടൻ കയറിപ്പോരും. പിന്നെ പാമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കിവിടെ പുറവശത്ത് അറിയാത്ത ഞങ്ങളിവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാമ്പിനെ കാണുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് ഇച്ചിരി പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ചുക്കുട്ടൻ കയറിപ്പോരും. അപ്പോൾ അവർ കയറി പോകുന്നപ്പം ഞാൻ അടുക്കളയിൽ വന്ന് തലയിൽ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ ഒരു വ്യത്യാസം വന്നു തുടങ്ങി. പുതിയ മുടിയൊക്കെ ഉണ്ടായി തുടങ്ങി ഫ്രണ്ടിലൊക്കെ. അപ്പം ആഴ്ചയിൽ ഒന്നൊക്കെ ചെയ്യാനുള്ള ടൈം കിട്ടാറുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ വീട്ടിലെ കാര്യങ്ങളും പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാം കൂടെ ആകുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഒരു വീട് മാറ്റം കൂടെ ആയപ്പോഴത്തേനും ഭയങ്കരം എന്താ പറയുക ഒട്ടും തന്നെ സമയം കിട്ടാറില്ല. നേരം വെളുക്കണത് മാത്രം ഓർമ്മയുണ്ട്. അത് തന്നെ സന്ധ്യ ആവണം. ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യണ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു 10:30 കഴിഞ്ഞു. ഇപ്പോൾ 10:45 പോകണം. അപ്പോൾ ഇനി ഇത് കഴിയുമ്പോൾ തന്നെ 11 മണി 11:30 ആവും. എപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. കുറേ നാളുകളായിട്ട് ഇങ്ങനെയാണ് എൻ്റെ കിടപ്പ്. 12 മണി ഒക്കെയാണ് കിടപ്പ്. അതുകൊണ്ട് താമസിച്ചാണ് എണീക്കലും കേട്ടോ. അപ്പോൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം പാത്രം ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് ഞാനൊരു 3-4 ഡ്രോപ്പ് ആവണക്കെണ്ണയും ഒഴിച്ചു കേട്ടോ. ആവണക്കെണ്ണ നമ്മുടെയൊക്കെ പുതിയ മുടി ഉണ്ടാവാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ മുടി ഒരുപാട് പോയി എന്ന് പറഞ്ഞാൽ എനിക്കിന് എന്താ പറയുക ഹീമോഗ്ലോബിൻ്റെ കളവിലൊക്കെ ഒരുപാട് കുറവുണ്ടെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് ഇങ്ങനെ തല ചുറ്റുന്നവണക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം കണ്ണും തല ഇരട്ടിക്കുക എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞാൽ അത് എന്തെങ്ങനെ പറഞ്ഞാലും അറിയത്തില്ല. പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു ചെറിയൊരിത് അപ്പോൾ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായിരിക്കുമെന്ന്. കാരണം ഇവിടെ എപ്പോഴും എല്ലാവർക്കും ഇറച്ചി മീൻ ആ ഒരു രീതിയിലുള്ള ഭക്ഷണശൈലിയാണ്. ഇവിടേക്ക് കപ്പ ഇറച്ചി മീൻ അങ്ങനെ അതാണ്. ഇങ്ങോട്ടേക്കെന്നല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ ബിനോട്ടിനാണെങ്കിലും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങനെയുള്ള ഫുഡായിരിക്കും കൂടുതലും ഉണ്ടാക്കുക. നമ്മൾ ഈ പച്ചക്കറി ഇലക്കറികളൊക്കെ കഴിക്കൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളതൊക്കെ ചെല്ലാത്തതുകൊണ്ടാണ് മുടിയൊക്കെ പോകുന്നത്. നമ്മൾ മുടി വളരണം എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കഴിക്കണം കേട്ടോ. കാരണം നമുക്ക് അതിനുള്ളൊരു സാഹചര്യവും ഇല്ല. പിന്നെ നമുക്ക് അറിയാലോ ടെൻഷൻ. 2 പുത്രന്മാരാണ് എനിക്ക്. അവരുടെ പുറകെ നടന്ന് അവരോട് ഒച്ചയെടുക്കാനേ എനിക്ക് സമയമുള്ളൂ. എപ്പോഴും അവർ തമ്മിൽ ഭയങ്കര വഴക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഓൺ വോയിസ് കൊടുക്കാം. അവരുടെ വഴക്കിൻ്റെ ഒരു ശക്തി നമുക്കന്നേരം കാണുമ്പോൾ അറിയാം. അപ്പോൾ അതാ ഇതുപോലെ വകച്ചിലൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആദ്യം മുടി ഒന്ന് ചീകിയിട്ട് അതിൻ്റെ ജടയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയുടെ അറ്റത്തേക്ക് കാണുമ്പോൾ അറിയാം ഒത്തിരി പോയി, നീളം മാത്രമേ ഉള്ളൂ. പക്ഷേ മുകളിലേക്ക് പിന്നെയും കുറച്ചെങ്കിലും ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരുപാട് തലയോട്ട് തെളിഞ്ഞ് നിന്നാണ് എൻ്റെ. അപ്പോൾ കുറച്ചൊരു വ്യത്യാസം എനിക്ക് അറിയാൻ തന്നെ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളും അറിയാം. പക്ഷേ അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ വേണമല്ലോ. അതാണ് ഏറ്റവും വലിയ പാട്. ഇപ്പോൾ ഈ ആഴ്ചയിൽ ഒന്ന് തന്നെ ഞാൻ മാക്സിമം ചിലപ്പം സമയം കിട്ടണമെന്ന് ചിലപ്പോൾ 2 തവണയൊക്കെ ചെയ്യും കേട്ടോ. ഈ ഹോട്ട് ഓയിൽ മസാജ് വളരെ എഫക്റ്റീവാണ് കേട്ടോ. നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ പുതിയ മുടിയിഴകൾ ഉണ്ടാവാനും. ആവണക്കെണ്ണ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ ഞാൻ എടുത്ത ഓയിലെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളെ കാച്ചെണ്ണയാണ്. ഞാൻ കാണിച്ചു തന്നൊരു കാച്ചെണ്ണയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓയിലാണ് എടുത്തത്. അതിനകത്തേക്കാണ് ഈ ആവണക്കെണ്ണ മിക്സ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ തേച്ച് എന്നോട് ഷിതാസ് കിച്ചണിലെ ഷിതയാണ് പറഞ്ഞത്. അപ്പോൾ അവളങ്ങനെ ചെയ്തപ്പം അവളുടെ മുടിയൊക്കെ പോയ മുടി വന്നു എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ നീ ഒന്ന് ചെയ്ത് നോക്കെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാനിങ്ങനെ ചെയ്തു തുടങ്ങിയത്. അവൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. പക്ഷേ നമ്മൾ കാച്ചെണ്ണ നേരത്തെ മുതൽ തേക്കണ കാരണം കാച്ചെണ്ണ തന്നെ തേക്കണം. അപ്പോൾ നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മുമ്പിലേക്കും കൂടെ മുടി ഇട്ടിട്ട് ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അച്ചുക്കുട്ടൻ എണീറ്റ് വന്ന ഇപ്പോൾ കാണിക്കുന്ന കുസൃതികളാണ് ഇതൊക്കെ. അവനിങ്ങനെ ഒരാന്ന് എപ്പോഴും നടക്കും കേട്ടോ.
അടങ്ങി ഒരിടത്ത് ഇരിക്കുകയോ ടി വി കാണുമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിപ്പോൾ തുണിയൊക്കെ ഒന്ന് കുതിർത്തി വെക്കാം. അതായത് സോപ്പ് പൊടിക്ക് അത് മുക്കി വയ്ക്കും ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് അലക്കുന്നതിന്. അപ്പോൾ എന്നാലാണ് നന്നായിട്ട് കുതിർന്ന് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് അലക്കണ്ട. അതുകൊണ്ടാണ് ആ ഒരു പണി ചെയ്യണം കേട്ടോ. പക്ഷേ അത് തുണിക്ക് അത്ര നല്ല കാര്യമൊന്നുമല്ല, എങ്കിലും ഞാനങ്ങനെ ചെയ്യാറുണ്ട്. നല്ല അഴുക്ക് കാണും, കാരണം പിള്ളേരൊക്കെ ആണെങ്കിൽ എപ്പോഴും ഈ മണ്ണിനകത്ത് കളിച്ചും ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെയ്യും. അപ്പോൾ അതാ ഇവിടെ ഇതാണ് ഞങ്ങളുടെ അലക്കുകല്ല്. ഇച്ചിരി പൊക്കി വെച്ച് തന്നിട്ടുണ്ട് ബിനുവേട്ടൻ. ഞാനിവിടെ വന്നപ്പോൾ ശരിക്കും ഒട്ടും തന്നെ പൊക്കയില്ലായിരുന്നു, നമ്മളിങ്ങനെ കമന്ന് കിടന്ന് നടക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇന്ന് എന്താണോ ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. എന്നോട് പറഞ്ഞൊന്നുമില്ല കല്ല് പൊക്കി വെച്ച കാര്യം. ഇപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ആദ്യത്തെക്കാലം കുറച്ചുകൂടി ഒന്ന് പൊങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ തുണിയലക്കം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബാത്റൂമൊക്കെ ഒന്ന് കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേനും അച്ചുക്കുട്ടനെയും കുളിപ്പിച്ചു, ധ്യാനൂട്ടനെയും കുളിപ്പിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടന്നു. ഞാനും കുളിച്ചു. കുളി കഴിഞ്ഞ് വന്ന ഭാഗമാണ്. അപ്പോൾ അച്ചുക്കുട്ടൻ മുമ്പ് നിന്ന് കളിക്കുന്നുണ്ട്, അപ്പോൾ ധ്യാനൂട്ടൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഞാൻ എപ്പോഴും നിർത്തുള്ളൂ. ധ്യാനൂട്ടിന് എപ്പോഴും പറയും ഞാൻ അച്ഛനും നോക്കണം, കാരണം അവൻ എപ്പോഴും ഇങ്ങനെ നടക്കണം. കാരണേ എപ്പോഴും തന്നെ ഞാൻ എൻ്റെ കൺവട്ടത്തു നിന്ന് മാറ്റാറില്ല കേട്ടോ. എനിക്കൊരു ഭയങ്കര ഒരു പേടിയാണ്. അപ്പം ഞാൻ വേഗം തന്നെ കുളി കഴിഞ്ഞിട്ട് എൻ്റെ ആപ്പാടുള്ള പരിപാടി എന്ന് പറഞ്ഞത് ഇതാണ്, മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ള ആരോമയുടെ മോയ്സ്ചറൈസിങ് ക്രീമാണിത്. പിന്നെ നമുക്കൊരു ബോഡി ലോഷൻ കയ്യിലും കാലിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും. അത്രയാണ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ, ഇപ്പോഴത്തെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ എടുക്കണം. കാരണം എനിക്കിപ്പോൾ 2 ചാനലുണ്ട്. ഒരു ചാനലിൽ ബ്യൂട്ടി ടിപ്സ് ഞാൻ ഫേസ് കാണിക്കാതെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ പായ്ക്കുകൾ തയ്യാറാക്കുമ്പം അത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇട്ടിട്ട് കുളിക്കുമ്പോൾ വാഷ് ചെയ്ത് കളയും. അങ്ങനെ അതും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് പാക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റായിട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയും ആണ് ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഒന്നുകൂടി ഒന്ന് ഇത് ചെയ്യാറുണ്ട് കേട്ടോ. കൈയൊക്കെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ വിണ്ട് കീറുന്നുണ്ട്. നേരത്തെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മെഡിസിനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എഫക്റ്റീവാണെന്ന് പറഞ്ഞ ഒരു മെഡിസിനാണത്. എനിക്കും വളരെ എഫക്റ്റീവായിരുന്നു കേട്ടോ. പക്ഷെ അതിന് ഇച്ചിരി കോസ്റ്റ്ലിയാണ് സംഭവം. ഞാനൊരു പ്രാവശ്യം വാങ്ങിയതാണ്, പക്ഷേ അതെൻ്റെ കുഞ്ഞ് അതെടുത്ത് എവിടെയോ കൊണ്ടിട്ടു. അപ്പോൾ ഇനി വാങ്ങിക്കാൻ എന്താ പറയണേ, എന്തായാലും ഒരെണ്ണം വാങ്ങിക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇരിക്കണു. അപ്പോൾ ആ സമയത്ത് അവരെ മുറ്റത്ത് കളിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ അവിടെ പോയി നോക്കണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായയും കൂടെ വെച്ചു. ചായ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് പാലെടുത്ത് ഉറയൊഴിച്ച് വെക്കും തൈരിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ബാലൻസ് പാലും കൊണ്ടാണ് ചായ ഉണ്ടാക്കണേ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും കേട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ ചായയുടെ കൂടെ തന്നെ ഇട്ട് തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യണേ. അങ്ങനെ ചെയ്യണതാണ് ഇപ്പോൾ എനിക്കിഷ്ടം. അല്ലാണ്ട് സെപ്പറേറ്റ് പഞ്ചസാര ഇടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പഞ്ചസാരയുടെ ഒരു കുത്തൽ വരും. പക്ഷെ നമ്മൾ ഈ ചായ ഉണ്ടാക്കണ സമയത്ത് നമ്മൾ ഈ പഞ്ചസാര ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്നൊരു ചെയ്ത് നോക്കുക. ചിലപ്പോൾ എല്ലാവരും ചെയ്യണമായിരിക്കും. നമ്മൾ പാചകത്തിൽ ഇപ്പോഴും ഭയങ്കര ലോയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയണേ, നമ്മൾ ചെയ്യണ വലിയ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞു തന്നെ കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അച്ചുക്കുട്ടൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയണ്ട, എനിക്ക് വിശക്കോ അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 5:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ ടൈം ഏകദേശം. അപ്പോൾ ഞാൻ എന്തായാലും അത്യാവശ്യം ഞാൻ മടുത്തിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കണില്ല എന്ന് ഓർത്തിരിക്കുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ പിന്നെ അച്ചുക്കുട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മളൊന്നും ഉണ്ടാക്കാണ്ടിരിക്കണത് ശരിയല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പലഹാരമാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പലഹാരത്തിൻ്റെ പേരോ ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടോയെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അച്ചുക്കുട്ടൻ എങ്ങനെ വെച്ചാൽ ഏത്തപ്പഴം കഴിക്കില്ല. അപ്പം ഞാൻ ഓർത്തു ഏത്തപ്പഴം കഴിക്കാനുള്ളൊരു ട്രിക്ക്. അപ്പോൾ ഈ കുട്ടികൾ പഴമൊന്നും കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇച്ചിരി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു നുള്ള ജീരകം ഇട്ടു. അതുപോലെ തന്നെ ഒരു സ്പൂണോളം എള്ളിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്ക ചതച്ച് അതും കൂടെ പൊടിച്ചിട്ട്. അപ്പോൾ അത്രയാണ് തേങ്ങയ്ക്ക് അത് ഇട്ടേക്കുന്നത്. പിന്നെ ഞാനാണ് എടുത്തത് 2 പഴം ഇട്ടത്. നന്നായിട്ട് പഴുത്ത് പോയ പഴമാണ്. തണ്ട് കണ്ടില്ലേ, നന്നായിട്ട് കറുത്ത് തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള പഴം നമുക്ക് കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു പഴം വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ 2 പഴം എടുത്തു. പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പഞ്ചസാര ഒരു 4 സ്പൂൺ പഞ്ചസാരയാണ് ആദ്യം ചേർത്തത്, കഴിഞ്ഞിട്ട് അരിപ്പൊടി ചേർത്തത്, ഓർക്കാണ്ട് പറഞ്ഞതാണ്. അപ്പോൾ പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചക്കൂട്ടൻ കഴിക്കണമെങ്കിൽ ഇച്ചിരി മധുരം വേണം, അതുകൊണ്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ടു. അപ്പോൾ അതിന് പകരമായിട്ട് വേണമെങ്കിൽ ഈ പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് അതിനനുസരിച്ച് തന്നെ ശർക്കര വേണമെങ്കിൽ ചേർക്കട്ടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് വേറെ വേറെ ആയിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ ഒരു കപ്പോളം പഞ്ചസാരയല്ല അരിപ്പൊടി ഇട്ടു. ഏകദേശം ഒരു കപ്പോളം. അതായത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു മിക്സായി വരാൻ പാകത്തിനുള്ള അരിപ്പൊടി. അതിന് കറക്റ്റ് കണക്കൊന്നുമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ അറിയാം എങ്ങനെയാവുമെന്ന്. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ.
അപ്പം അപ്പോൾ അത് ആദ്യം ഒന്ന് അരച്ചു, അതായത് ആ പഴവും അരിപ്പൊടിയും കൂടെ ആദ്യം അരച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ തേങ്ങ ചേർക്കണം കേട്ടോ. തേങ്ങയും എള്ളും അതുപോലെ ജീരകം അതും കൂടെ നമ്മൾ എടുത്ത് വെച്ചില്ലായിരുന്നു, അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായിട്ട് ഇതായി ഒരു പാകമായി. എന്നിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇത് കോരി ഒഴിക്കുകയാണ്. അല്ലെങ്കിൽ കൈ കൊണ്ട് പരത്തി കൊടുക്കുകയാണെങ്കിൽ പരത്തി കൊടുക്കാൻ ഇച്ചിരി പാടായിരിക്കും, കയ്യിൽ നിന്ന് വിട്ടു പോരാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സ്പൂണിനകത്ത് കോരിയിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇടുകയാണ് ചെയ്തത്. പക്ഷേ അച്ചുക്കുട്ടന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയിട്ടോ. അച്ചുക്കുട്ടൻ പഴം എന്ന് പറയണേ എൻ്റെ കൊച്ചിൻ്റെ വായിലേക്ക് വെക്കാൻ നോക്കണ്ട, അതുപോലെ അവന് ഇഷ്ടമല്ല. പക്ഷേ ധ്യാനൂട്ടൻ നേരെ ഓപ്പോസിറ്റാണ്. ധ്യാനൂട്ടന് പഴം ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും രണ്ട് ടൈപ്പാണ് കേട്ടോ. മൊത്തത്തിൽ എന്താ പറയുക, രണ്ട് സ്വഭാവമാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ധ്യാനൂട്ടാണെങ്കിൽ ഇപ്പോൾ പുട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ പുട്ടിൻ്റെ കൂടെ പഴം വേണം, അച്ചുക്കുട്ടനാണെങ്കിൽ കടലക്കറി വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ആണ്. അപ്പോൾ കടലക്കറി ഉണ്ടാക്കും, പഴം വാങ്ങിച്ചുകൊണ്ടും വരും പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ദിവസം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനത് അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പോയി. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉള്ളു വെന്ത് വന്നെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനിടയ്ക്ക് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി, അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. എന്നിട്ട് വന്നിട്ടാണ് മറിച്ചിട്ടപ്പോഴത്തേനും അച്ചുക്കുട്ടൻ പിന്നെയും വന്ന് പറയണ്ട, അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്. കാരണം അച്ചുക്കുട്ടനെ ഇന്ന് ഉച്ചയ്ക്ക് ഇവന്മാർ നല്ല തകർക്കലായിരുന്നേ. ഉച്ചയ്ക്ക് കിടന്ന് ആ റോഡ് മുഴുവൻ ധ്യാനൂട്ടൻ നല്ല നീറ്റാക്കി എടുത്തതാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വന്നപ്പോൾ ആ റോഡിനകത്ത് അപ്പടി കല്ലായിരുന്നേ. അപ്പം ബിനുവേട്ടൻ പറഞ്ഞു അതൊന്ന് കല്ലൊന്ന് പെറുക്കി കളയടാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ മുഴുവൻ പുള്ളി ഇരുന്ന് ഫുള്ളായിട്ട് കല്ലൊക്കെ പെറുക്കി നല്ല നീറ്റാക്കി ഇട്ടു. അപ്പോൾ ഇന്നും അതിൻ്റെ അത് നല്ല ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞു ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്ടാണ്. ഇന്നും ഇപ്പം അതിനകത്തുനിന്ന് കയറിയില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര പിള്ളേർ ഓടി കളിക്കുമ്പോൾ അറിയാലോ നമുക്ക് അവർ നന്നായിട്ട് വിശക്കും. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ അച്ചുകൂടെ സന്ധ്യയായപ്പോൾ നന്നായിട്ട് വിഷമിച്ചായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ റൂമിനകത്ത് തന്നെ വീടിനകത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ അത്രയും എനിക്ക് തോന്നുന്നു അത്രയും പിള്ളേർ ഇതായി പോയില്ല തോന്നുന്നു. പക്ഷെ ഇന്ന് ഇത്തിരി ഏറെ നേരം അവൻ കളിച്ചു. അതുകൊണ്ട് ഇച്ചിരി ഒരു വൈകുന്നേരം ആയപ്പോൾ അപ്പടി സിദ്ധാന്തമൊക്കെ ആയിരുന്നു. പിന്നെ പകലുറക്കവും ഇല്ല. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അവന്മാർക്ക് മാത്രമായിട്ട് ഞാൻ ഇത്തിരി ബോൺവിറ്റ കൊടുത്തോട്ടെ. അത് വല്ലപ്പോഴൊക്കെ വാങ്ങാറുള്ളൂ, ഞങ്ങൾ എന്നും വാങ്ങി കൊടുക്കലൊന്നുമില്ല, ഉള്ളപ്പോൾ അങ്ങ് എടുത്തുകൊണ്ട് കൊടുക്കുമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ചായയുടെ കടി ഇതാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പഴം വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം വേണമെന്നൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അച്ചു കഴിച്ചു, ധ്യാനോട്ടിനും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് ഇത് കൊടുത്ത് ഒരു ട്രിപ്പ് ഉണ്ടാക്കിയത് ഞാൻ കൊടുത്താണ്. അപ്പോൾ അച്ഛന് വിശക്കുമെന്ന് പറഞ്ഞപ്പം അപ്പോൾ അവരവിടെ ഇരുന്ന് കഴിക്കണ ഭാഗമാണ് കേട്ടോ. അന്നേരത്തിന് അവരുടെ ചായയൊക്കെ ഒന്ന് ചൂടൊന്ന് ആറ്റി കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ ചായ ഇങ്ങനെ നീളത്തിലാറ്റിയാൽ പെട്ടെന്ന് ചൂട് കുറയും കേട്ടോ. ആരും കളിയാക്കരുത് കേട്ടോ എന്നെ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ പറഞ്ഞു തരുമ്പോൾ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ടിപ്സ് ആയിരിക്കും, എങ്കിലും ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകണം. ആരെങ്കിലും ഇനി കുക്കിങ്ങിൽ ആരെങ്കിലും സ്റ്റാർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാകുമല്ലോ അല്ലേ. അപ്പോൾ പാത്രം ഇതിനകത്ത് ഉണ്ടാക്കിയിട്ട് അത് ചൂടാറാനായിട്ട് അവിടെ വെച്ചാണ് കേട്ടോ ഫാനിൻ്റെ മുമ്പിൽ. അപ്പോൾ നമ്മുടെ റൂം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കിടക്കുന്നത്. കുട്ടികളുള്ള വീടുകളൊക്കെ ഇങ്ങനെയാവണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം പ്രത്യേകിച്ച് രണ്ട് ആൺപിള്ളേരാണെങ്കിൽ പറയാൻ കൂടെ വേണ്ട. പെൺപിള്ളേരാണെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അറിയില്ല ശരിക്കും. പക്ഷേ ഇവന്മാർ ഭയങ്കര തകർക്കലാണ് എപ്പോഴും. എങ്ങനെയൊക്കെ നീറ്റാക്കിയിട്ടാൽ രാവിലെയൊക്കെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടും കേട്ടോ. ഞാൻ എല്ലാ പണിയും കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ അതുപോലെ തന്നെ. അപ്പം അടുത്തിട്ട് ഞാൻ മടക്കിയിട്ടാണ് ബെഡ്. അപ്പോൾ അവന്മാർ വണ്ടിയൊക്കെ കയറ്റി വെക്കണ ഭാഗമാണ്. കളിയൊക്കെ കഴിഞ്ഞ് ധ്യാനൂട്ടൻ ചെരുപ്പൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അച്ചുക്കുട്ടൻ അതുപോലെ തന്നെ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ധ്യാനൂട്ടൻ സൈക്കിൾ വെക്കാനായിട്ടൊരു കല്ലെടുത്ത് വെച്ചു. അപ്പോൾ ആ കല്ലിൻ്റെ മുകളിൽ സ്റ്റാൻഡ് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് അവൻ. അച്ചുക്കുട്ടൻ അത് കണ്ടിട്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു കല്ലെടുത്തുകൊണ്ട് വെച്ചിട്ട് അവൻ്റെ കാറിൻ്റെ അടിയിൽ കയറ്റി വെക്കുവാണ്. ചേട്ടായിയാണ് കുഞ്ഞനീന് ഗുരു. അവൻ കാണിക്കണതാണ് മുഴുവൻ ഇവൻ കാണിക്കണത് കേട്ടോ. അപ്പോൾ സന്ധ്യയായി. ഇപ്പം 6 മണി 6:15 ആയിട്ടുണ്ട്. വിളക്ക് വെക്കണ ഒരു ടൈമാണ്. പക്ഷെ എനിക്ക് വിളക്ക് വെക്കാനുള്ളൊരു സാഹചര്യം അല്ലാത്ത കാരണം ഞാൻ വിളക്കൊന്നും വെച്ചില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. കുഞ്ഞു വീടാണ്, പക്ഷെ എനിക്ക് ഈ വീട് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പഴയ വീടാണ്, ഒത്തിരി പഴയ വീടാണെങ്കിലും നമുക്ക് ആ പെയിൻ്റൊക്കെ അടിച്ച് തന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. എന്തായാലും നമ്മൾ പിന്നെ എന്താ പറയണേ, എന്തായാലും എനിക്ക് കുഞ്ഞിതാണെങ്കിലും സാധനങ്ങളൊന്നും ഒതുങ്ങിയിട്ടില്ലെങ്കിൽ പോലും എനിക്കിഷ്ടപ്പെട്ടു. അടുക്കളയൊക്കെ ആണെങ്കിലും ഇത്രയൊക്കെ മതിയെന്ന്, നമുക്ക് സ്വന്തമായിട്ട് ഇത്രയെങ്കിലും ഒരു വീടുണ്ടായാൽ മതി എന്നൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. വീടില്ലാത്തൊരു വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. അത് വാടകയ്ക്ക് കിടക്കുന്നവർക്ക് അറിയാം നമുക്ക് അത്രയ്ക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയണത്.
അപ്പോൾ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ പറയാം അതൊന്ന് ഉണ്ടാവുക എന്നുള്ള, ദൈവം തരും എന്ന പ്രതീക്ഷയിൽ നമുക്ക് ജീവിക്കാം. അതെന്തായാലും ആവട്ടെ. അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം സന്ധ്യ കേട്ടോ, ഒരു 8 മണി ആയി. അപ്പോൾ അതുവരെ ഞാൻ ധ്യാനൂട്ടിനെ പഠിപ്പിക്കുമായിരുന്നു. ധ്യാനൂട്ടിന് കുറച്ച് എഴുതാനും വായിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ അവരിങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, ദർപ്പണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ആപ്പിൽ ഇങ്ങനെ വീഡിയോസ് വിടുവാണ് ടീച്ചർമാർ. അതുകൊണ്ടാണ് ഗൂഗിൾ മീറ്റും ഉണ്ട്. പക്ഷേ ഈ അച്ചുക്കുട്ടിനെ ഒട്ടും ഇരുത്തിയാലും ഗൂഗിൾ മീറ്റിൽ അങ്ങനെ ഞാൻ കയറാറില്ല. പക്ഷേ ക്ലാസ്സുകൾ മാക്സിമം ഞാൻ കണ്ട് അതിൻ്റെ ഹോംവർക്ക് ചെയ്യിക്കാറുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അവനത് അവിടെ ഇരുന്ന് എഴുതുവാണ്. ആ സമയത്ത് അച്ചുക്കുട്ടൻ അടുക്കളയിൽ കയറി മുട്ട പൊരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മീൻ വറുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് വിട്ടുപോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. മീൻ വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ മീൻ വറുത്തത് വൈകിട്ടത്തേക്കുള്ള വറുത്തതാണ്. പക്ഷേ അവന് അച്ചുക്കുട്ടന് മുട്ട വേണമെന്ന് പറഞ്ഞ് അച്ചുക്കുട്ടൻ കയറിയിരിക്കുന്ന ഭാഗമാണിത്. നോക്കണേ പൊട്ടി അവനെ ചുറ്റിയോണ്ട് മുട്ട പിടിക്കാൻ മതി മതി നീ പൊട്ടിയോളെ കാട്ടാ. അപ്പോൾ അച്ചുക്കുട്ടൻ്റെ തലയിരിക്കണുണ്ടല്ലേ, ചേട്ടൻ മുടി വെട്ടിയതാണ് കാണുന്ന ഭാഗം. അവൻ ട്രിമ്മർ ഉപയോഗിച്ച് ബിനുവേട്ടൻ 2 പേരെ മുടി വെട്ടി കൊടുത്തിട്ട് പോയതാണ്. ബിനുവേട്ടൻ്റെ വെട്ടായതിന് അത്രയും കറക്റ്റില്ല, എന്നാലും അത്യാവശ്യം ഒപ്പിച്ച് വെച്ചിട്ട് പോയതാണ് കേട്ടോ ബിനുവേട്ടൻ. അപ്പോൾ എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് എനിക്കറിയില്ല. എപ്പോഴോ ഇവന്മാർ ചേട്ടനും അനിയനും കൂടെ ഒപ്പിച്ച് പണിയാണ് മുടി കാണിച്ച് വെച്ചേക്കണ പോലെ. കത്തി മാറി കത്തിയും കൂടെ അമ്മ അരിയുമ്പോ മാറി നിന്ന് മേത്തേക്കൊക്കെ കൊള്ളു. ഞാനോട്ടിന് എഴുതി കഴിഞ്ഞോ അപ്പഴേ? ഇപ്പോൾ ഒരു അടിപൊളി വഴക്ക് ഇവന്മാരെ തമ്മിൽ കണ്ടോട്ടോ. ഇവന്മാരെ വഴക്ക് എന്നാന്ന്, ഇതൊക്കെ നിസ്സാരമാണ്. ഇതൊന്നും അല്ല ഇവിടെ കിടന്ന് കാണിക്കുന്നത്. എന്താ ഇവന്മാർ രണ്ടും കൂടെ കൂടി 2 പേരും വിട്ടുപിടിക്കല്ലേ. നമ്മൾ ലാസ്റ്റ് നമ്മൾ തോറ്റു പോകും. പിന്നെ കയ്യും കാലും പിടിക്കേണ്ട അവസ്ഥയാണ് ഞാൻ. ഇത് മതി, ഒരെണ്ണം മതി ഇങ്ങോട്ട്. ഇത് മതി. എടാ കൊച്ചപ്പൂരിക്ക് അമ്മ ഇട്ടിട്ട് പോകട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഇളക്ക 2 പൂക്കളോ ഇങ്ങനെ തുടങ്ങിയതും പാടാം. അച്ഛനെ മേത്തേക്ക് കൊള്ളും. നമ്മുടെ കത്തിക്ക് ചുണ്ടുള്ളതോ കൊച്ചിന്റെ മേത്ത് കൊള്ളും. അത് കൂടെ വെച്ചങ്ങ് മാറിയിരിക്കാവോ? നമ്മുടെ ചക്കരയല്ലേ. എന്റെ കൊച്ചിന്റെ അമ്മ ഉള്ളി അരിഞ്ഞിട്ടു. ഇനി മുളക് ഇടണോ ചൂട്ടാ? മുളക് ഇടണോ? ഇങ്ങനെ കത്തിയുടെ മേത്തൊക്കെ കൊച്ചിന്റെ മേത്തേക്ക് കൊള്ളൂന്ന് അമ്മ പറയണേ മാറിയിരിക്കാൻ. ധ്യാനം ഒന്നും പോടാ, കൊച്ചല്ലേ വലുത്. ധ്യാനോട് ഇങ്ങനെ പറയണ. ധ്യാനോട് എന്നോട് ഭയങ്കര ദേഷ്യം കേട്ടോ. നമ്മളീ കൊച്ചു പിള്ളേരോട് പിന്നെ മൂത്തവരോട് പറയില്ല നീ അല്ലടാ വലുത്, നീ അല്ലടാ വലുതെന്ന്. ദൈവമേ, ഇപ്പൊ നിലത്ത് ഇട്ട് ഓംലെറ്റ് അടിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നണത്. മുട്ട ഉണ്ടാക്കണമ്മ. കൊന്നേ ഒരാള് വഴക്കൂടി. ഞാനങ്ങ് വാ ഇങ്ങോട്ട്. പണ്ടൊക്കെ നമ്മളോട് ഇങ്ങനെ തന്നെ അമ്മമാര് പറയും നമുക്ക് ദേഷ്യം വരുമോ കേട്ടോ. മൂത്തങ്ങളെന്ന് പറയുമ്പോഴേ പക്ഷെ നമ്മളോ തന്നെ പറയണേ. അതാണ് എങ്ങനെയാലും ഇന്ന് വഴക്കൊന്ന് തീരട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മളെങ്ങനെയൊക്കെ പറയണത്. പക്ഷെ അവന്മാർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അടുത്ത ആള് കള്ളക്കരച്ചിൽ തുടങ്ങിയേ. ഇവന്മാര് 2 പേരെ ഇങ്ങനെ മാനേജ് ചെയ്യണതാണ് എന്റെ ഏറ്റവും വലിയ പാട്. മുളക് കൂടി ഇട. മതി മതി മതി. അച്ചുകുട്ടാ കൈ ഒഴിക്കേ. മതിയോ പൊന്നെ. ധ്യാനോട്ട് അമ്മ പറഞ്ഞിട്ട് രാത്രി കിടന്ന് താഴെ കൂറുന്നു കേട്ടാ. അച്ചുകുട്ടൻ എല്ലാം ഇടണോ? എടുക്കട്ടെ അപ്പൊ. ഇട. ഓക്കെ. ആ ചുറ്റിയെ അങ്ങ് മാറ്റി വെച്ചേ. നിന്നെ എനിക്ക് എത്ര വിശ്വാസമില്ല. ചുറ്റിയ ആയുധങ്ങളൊന്നും പിള്ളേരെടുക്കേണ്ട അവസ്ഥയാണ്.
ഓക്കെ അവളൊക്കെ ആട്ടെ ആ ഇളക്കം. ചീനച്ചട്ടി വേണല്ലേ മുട്ട പൊരിക്കുന്ന എല്ലാത്തിനും കാണാം. മീനുള്ളോ മാത്രം കൊടുക്ക എന്നാ ധ്യാനൂട്ടോ. മതി 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 കേട്ടോ. ഞാൻ ചൂട്ടോ ഈച്ച കാന്താരി മുളക് ആവണുണ്ട് കേട്ടോ. ആ മതി 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 ഇളക്കിയത് മതി. ഞാൻ ഒഴിക്കട്ടെ. എന്റെ ഭഗവാനെ ആട്ടോ അമ്മ വിളിക്കാം. നമ്മുടെ ചക്കരക്കുട്ടനല്ല പറഞ്ഞാൽ കേൾക്കാവോ? ആ അതേ മുട്ടയായി. ഇനി ഏട്ടാ ഒഴിക്കട്ടെ. പാത്രങ്ങളായി അലങ്ങാട്ടി കേട്ടോളെ. അപ്പോൾ അത് നമ്മുടെ കറി എന്തൊക്കെയാണ് കേട്ടോ. ഒരു തോരനുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ എന്താ പറയണേ മുട്ട ഇപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ മീൻ അതുകൊണ്ട് അവർക്ക് കൊടുത്തില്ല കേട്ടോ. മുട്ടയും മീനും കൂടെ ഒന്നിച്ച് കഴിക്കണം അത്ര നല്ലതല്ലോ. അപ്പോൾ ധ്യാനൂട്ടൻ വഴക്കൂടി പോയതുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുതുവാണ് കേട്ടോ, വഴക്കൂടി പോയിട്ട്. അപ്പോൾ അവനോട് ചോറിനാൻ വന്നിട്ട് അവൻ ചോറിനുള്ള ഇപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അച്ചുക്കുട്ടൻ എന്തായാലും വാരി കൊടുക്കാമെന്ന് ഓർത്ത് ചോറ് കൊണ്ട് വെച്ചു. അപ്പോൾ അച്ചുക്കുട്ടൻ ഇനി ഉറക്കണം, അതാണ് മെയിൻ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഞാൻ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നല്ലേ. ഹസ്ബൻഡ് ഒരു ഓട്ടം പോയേക്കുവാണ്, ഇപ്പം തന്നെ വരും. അപ്പോൾ ഞാൻ മിക്കവാറും എഡിറ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ വരും. പിന്നെ വിനോദത്തിന് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. വിനോദനുള്ളപ്പോൾ വീഡിയോ പിടിക്കണമെന്ന് അത്രയും താല്പര്യമൊന്നുമില്ല, ഫേസ് കാണിക്കാനൊന്നും താല്പര്യമില്ല. എങ്കിലും ഞാൻ അറിയാണ്ടൊക്കെ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. വിനോദൻ അറിയാണ്ട് ക്യാമറ ഓഫായിരിക്കുമോ വിനോദാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ വിനോദനോട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അച്ചുക്കുട്ടനെയൊക്കെ ഉറക്കി. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയണത്. എന്താ പറയണേ, ഈ മക്കളുടെ പുറകെ നടക്കണതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പണി എന്ന് പറയണത്. നേരം വിളക്കുമ്പോൾ അറിയാൻ എന്താ പറയണേ, സന്ധ്യ ആവണമെന്നൊന്നും അറിയത്തേ ഇല്ല. അപ്പം പിന്നെ അവന്മാരെ ഇവൻ പഠിക്കാനൊന്നും ഇരിക്കൊന്നുമില്ല കേട്ടോ അച്ചുക്കുട്ടൻ. കാര്യം നാക്കേലൊക്കെ എഴുതിയതാണ് കാര്യം. പക്ഷേ അവൻ പഠിക്കാനൊന്നും ഇരിക്കത്തൊന്നുമില്ല. എങ്കിലും പക്ഷേ ധ്യാനൂട്ടനെ പഠിപ്പിക്കാനും സമ്മതിക്കില്ല. അതാണ് ഏറ്റവും വലിയ തോറ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം